Hello friends, good evening. Invest Kerala today's market എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ആണ് ദൃശ്യമായത്. ഇതിന് പല ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്തിരുന്നു. ഈ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ചും ഡീപ്പായി തന്നെ നമുക്കിന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റി ഏകദേശം 121 പോയിന്റ് അപ്പായി 10551 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 188 പോയിന്റോളം അപ്പായി 6907 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. ഏകദേശം 24.40 പോയിന്റ് ഡൗൺ ആയി 21953 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജിയിലും ഒരു അപ് മൂവ് ദൃശ്യമായിരുന്നു. 150 പോയിന്റോളം അപ്പായി 14625 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി ഫാർമ 60.80 പോയിന്റ് അപ്പായി 9943.65 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് സെൻസെക്സ് ഏകദേശം 429 പോയിന്റോളം അപ്പായി 35843 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മാർക്കറ്റ് അപ്പാവാനുള്ള മെയിൻ റീസൺ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി ഗ്ലോബൽ മാർക്കറ്റെല്ലാം ഇന്ന് പോസിറ്റീവിലായിരുന്നു. അതിന്റെ കാരണം എന്നത് COVID-19 വാക്സിൻ പരീക്ഷണം ഫലപ്രദമാണെന്ന് ഇന്നൊരു ന്യൂസ് വന്നിരുന്നു. 2 കമ്പനികളാണ് ഇതിന് പിന്നിലുള്ളത്. ഫെയ്സർ അതുപോലെ ബയോഎൻടെക് എന്ന കമ്പനികളാണത്. അവരുടെ ഹ്യൂമൻ ട്രയൽ ഏർലി സ്റ്റേജിൽ വിജയകരമാണെന്ന ഒരു ന്യൂസ് വന്നിരുന്നു. അത് അമേരിക്കൻ മാർക്കറ്റിനെയും അതുപോലെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെയും പോസിറ്റീവായി ബാധിച്ചു. അത് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു. അതുപോലെ ഇന്ന് യൂറോപ്യൻ മാർക്കറ്റിലും ഒരു ഉണർവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് യൂറോപ്യൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിലൊരു സ്ലൈറ്റ് ആയിട്ടുള്ള വർധനവുണ്ടെങ്കിലും മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര വർധനവില്ല. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് 7.7% പക്ഷേ റിപ്പോർട്ട് ചെയ്തത് 7.4% ആണ്. ഇത് മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതുപോലെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വരുന്ന US ലേബർ മാർക്കറ്റ് സ്റ്റാറ്റിക്സും അതുപോലെ നോൺ ഫാം പേറോൾ നമ്പേഴ്സുമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരു ഡാറ്റയാണ്. മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ 2 ഡാറ്റകളും പോസിറ്റീവ് ആയിരിക്കുമെന്നാണ്. ഈ ഡാറ്റകളെ കുറിച്ച് നമുക്ക് നോക്കാം. US അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 12.3% എത്തുമെന്നാണ്. അതായത് ഇപ്പോഴുള്ള 13.3% നിന്ന് കുറഞ്ഞത് 12.3% എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നോൺ ഫാം നമ്പേഴ്സിൽ ഏകദേശം 3 മില്യൺ ജോബ്സ് ഈ ജൂണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം 6 to 7 o'clock ഇടയിലാണ് ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ഓട്ടോ സെക്ടറിൽ ഒരു അപ് മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റീസെന്റ് പബ്ലിഷ് ചെയ്ത ഓട്ടോ ഡാറ്റ തന്നെയായിരുന്നു. പ്രീവിയസ് മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോ സെക്ടറിൽ ഒരു ഇംപ്രൂവ്മെന്റ് ദൃശ്യമായത്. അതുപോലെ ട്രാക്ടർ സെയിലും ഒരു ഇംപ്രൂവ്മെന്റ് വ്യക്തമായിരുന്നു. അതും മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഷെയറുകൾ 6% ഒരു റാലി കാണിച്ചിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ട്രാക്ടർ സെയിലിൽ ഉണ്ടായ വർധനവാണ്. ഏകദേശം 10% സെയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 36,544 ട്രാക്ടറുകളാണ് ഈ ജൂണിൽ അവർ സെൽ ചെയ്തത്. പ്രീവിയസ് ഇയറിൽ ഇതേ ജൂണുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 31,879 യൂണിറ്റുകളായിരുന്നു അത്. ഈ ഒരു വർധനവ് കാരണമാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു റാലി വിസിബിൾ ആയത്. ഇന്ന് ആക്സിസ് ബാങ്ക് ഷെയറുകളിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 15,000 കോടി രൂപയോളമാണ് റൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. അവരുടെ ബോർഡ് ഇന്ന് അതിന് അപ്രൂവൽ നൽകിയിരുന്നു. അതിന്റെ ഫലമായാണ് ഈ ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. അതുപോലെ ഇന്ന് IT സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ്നെസ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് COVID-19 വാക്സിൻ കണ്ടെത്തുന്നതും അതിലൂടെ മറ്റു മാർക്കറ്റുകളിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കുന്നതുമാണ്. അതുപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇന്ന് ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ജോ ബൈഡൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അദ്ദേഹം ജയിച്ചാൽ H1B1 വിസയ്ക്ക് വന്നിട്ടുള്ള താൽക്കാലിക നിയന്ത്രണം എടുത്തുമാറ്റുമെന്ന്. അതും ഇന്ന് IT സെക്ടറിനെ പോസിറ്റീവായാണ് എഫക്ട് ചെയ്തത്. ഇന്ന് ഫൈസറിന്റെ ഷെയറുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പാരന്റ് ഫേം COVID-19 ഡ്രഗ്സിന്റെ ട്രയലുകൾ പോസിറ്റീവ് ആയിരുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ് ട്രെൻഡ് കണ്ടത്. ഇന്ന് ബജാജ് ഓട്ടോ ഷെയറുകളിൽ ഒരു അപ് ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ജൂണിലെ ഓട്ടോ സെയിലിന്റെ ഡാറ്റകൾ ഇന്ന് റിലീസ് ചെയ്തിരുന്നു. ഏകദേശം ജൂണിലെ അവരുടെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 2.78 lakhs യൂണിറ്റ്സ് ഓഫ് വെഹിക്കിൾസ് ആണ്. അത് കഴിഞ്ഞ വർഷം ഇതേ മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 31% ഒരു ഇടിവുണ്ട്. പക്ഷേ അത് ലാസ്റ്റ് മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഡാറ്റയാണ്. അതുപോലെ എക്സ്പോർട്സ് ഏകദേശം 1.27 lakhs ആണ്. അത് പ്രീവിയസ് ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 28% കുറവുണ്ട്. ഡൊമസ്റ്റിക് സെയിൽ എന്ന് പറയുന്നത് ഏകദേശം 1.5 lakhs ആണ്. അത് പ്രീവിയസ് ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 34% റിഡക്ഷൻ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് മെയിനായി നോക്കിയത് കഴിഞ്ഞ മന്തുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ് ട്രെൻഡ് വിസിബിൾ ആയത്. ഇന്നും IDBI ബാങ്ക് ഷെയറുകളിൽ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. 5% അപ്പായാണ് ഈ ഷെയറുകൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. IDBI ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിലെ ഇവരുടെ ഷെയറുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസും അതുപോലെ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 50,000 കോടി രൂപയോളം കടന്നിരുന്നു. അതും ഷെയറിനെ ഇന്ന് പോസിറ്റീവായാണ് ബാധിച്ചത്. GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഷെയറുകൾ ഏകദേശം 4% ഡൗൺ ആയിട്ടായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ചെയർമാനെയും അദ്ദേഹത്തിന്റെ മകനെയും CBI ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ഡൗൺ ട്രെൻഡ് ഇന്ന് ദൃശ്യമായത്. ഇന്ന് MOIL ഷെയറുകൾ ഏകദേശം 8% അപ്പായാണ് ക്ലോസ് ചെയ്തത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് പോസിറ്റീവായാണ് ഈ സ്റ്റോക്കിനെ എഫക്ട് ചെയ്തിട്ടുള്ളത്.
ഇന്ന് ടാറ്റ പവർ കമ്പനിയുടെ ഷെയറുകളിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഷെയറുകൾ ടാറ്റ സൺസിന് ഏകദേശം 53 രൂപ പെർ ഷെയർസിന് നൽകാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്നൊരു അപ് ട്രെൻഡ് കണ്ടത്. ഇന്ന് ONGC ഷെയറുകൾ 2% ഗെയിൻ ചെയ്തിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓയിൽ ഫീൽഡിലെ ബിഡ്സിൽ ഏകദേശം 10ഓളം ബിഡ്സ് ഇവർക്ക് ലഭിച്ചെന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപ് മൂവ് ദൃശ്യമായത്. ദിലീപ് ബിഡ്കോൺ ഷെയറുകളിൽ ഏകദേശം 5% ഒരു അപ് ട്രെൻഡ് കണ്ടിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ ഒരു പ്രോജക്റ്റിൽ ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാലി കണ്ടത്. ഇന്ന് ഡോക്ടർ റെഡ്ഡി ഷെയറുകളിലും ഒരു അപ് ട്രെൻഡ് കണ്ടിരുന്നു. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്യൂജി ഫിലിംസ്, ടൊയോമ കെമിക്കൽസ്, GRIയുമായി നടത്തിയ പാർട്ട്ണർഷിപ്പായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു അപ് മൂവ് കണ്ടത്. പുതിയ COVID-19 വാക്സിൻ വരുന്ന ന്യൂസ് വന്നതോടെ ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ സ്റ്റോക്ക് ഏകദേശം 0.23% അപ്പായാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ സിമെന്റ് സ്റ്റോക്കുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്രസ് റിലീസാണ്. അതായത് അവരുടെ ഫാക്ടറികളുടെ ഓപ്പറേഷൻ നോർമൽ ലെവലിലും ബിലോ ആണെന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റ് നെഗറ്റീവായാണ് എടുത്തത്. അതുപോലെ അവർ സെക്കൻഡ് മൊറട്ടോറിയത്തിന് അപ്ലൈ ചെയ്തിരുന്നു എന്ന ന്യൂസും വന്നിരുന്നു. ഇന്ന് IRCTC, റിറ്റ്സ്, റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് എന്നീ ഷെയറുകളിൽ ഒരു റാലി ദൃശ്യമായിരുന്നു. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പാസഞ്ചർ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അനുവാദം നൽകുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായാണ് ഈ സ്റ്റോക്കുകളിൽ ഒരു റാലി വിസിബിൾ ആയത്. ഡിവൈസ് ലാബ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സെബി അവരുടെ CFOയുടെ മേലെ ഇൻസൈഡ് ട്രേഡിംഗ് ചെയ്തെന്ന് ആരോപിച്ച് ഒരു പെനാൽറ്റി നൽകിയിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2017 2017 അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷന്റെ സഹായത്തോടെ ഇവർ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചെന്നും ഇതിലൂടെ 96 ലക്ഷത്തോളം രൂപ ലാഭം കിട്ടിയെന്നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. ടാറ്റ സ്റ്റീൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് കണ്ടിരുന്നു. പല അനലിറ്റിക് കമ്പനികളും ഈ സ്റ്റോക്കിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയതായിരുന്നു അതിന്റെ കാരണം. കൂടാതെ നല്ല റിസൾട്ടായിരുന്നു പ്രീവിയസ് ഡേയ്സിൽ അവർ പബ്ലിഷ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന ഡാറ്റകളായ ഇന്ന് വരുന്ന US ലേബർ മാർക്കറ്റ് സ്റ്റാറ്റിക്സും അതുപോലെ നോൺ ഫാം പേറോൾ നമ്പേഴ്സിനെ പറ്റിയും രാത്രി ടുമാറോസ് മാർക്കറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ രാത്രി ടുമാറോസ് മാർക്കറ്റുമായി വീണ്ടും കാണാം.